ഹലോ ഫ്രണ്ട്സ്, റോക്സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിറ്റി ഓഫ് മാംഗോ എന്നറിയപ്പെടുന്ന മുതലമടയ്ക്ക് ഒരു യാത്ര പോവാണ്. വേറൊന്നും കൊണ്ടല്ല, ഫേമസ് ആയ മാംഗോ വാങ്ങിക്കാനാണ്, മാങ്ങ വാങ്ങാനാണ്. നമ്മുടെ പറമ്പിൽ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്രാവശ്യം തീരെ കായ്ഫലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് ഹോൾസെയിലായിട്ട് കുറച്ച് മാങ്ങ വാങ്ങിക്കാം എന്നുള്ള ഒരു ഐഡിയയിലാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ലൊക്കേഷനും അവിടെ ഒരാളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസൊക്കെ തന്നിരുന്നു. പോകുന്ന വഴിക്ക് കണ്ട ഒരു ഉത്സവ കാഴ്ചയാണ്. ഫുൾ കളർഫുള്ളാണ്, ഭയങ്കര വൈബാണ് ഇവിടുത്തെ ആംബിയൻസ്. വാദ്യഘോഷങ്ങളും പിന്നെ കോലങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച്, പഴയ പോലെ അല്ല, ഇപ്പോൾ ഫാസ്റ്റ് നമ്പേഴ്സും ഫാസ്റ്റ് ബീറ്റൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഏത് ആഘോഷം ഉണ്ടെങ്കിലും, പള്ളിപ്പെരുന്നാളാണെങ്കിലും, ഉത്സവം, അമ്പലത്തിലെ ഉത്സവമാണെങ്കിലും, ചർച്ചിലെ മറ്റേ അമ്പ് പെരുന്നാളാണെങ്കിലും, പാലക്കാട്ടുകാർക്ക് ഒരേ ആഘോഷമാണ്. എന്തുണ്ടെങ്കിലും ആളുണ്ടാവും, നല്ല തിരക്കുണ്ടാവും, നല്ല ആഘോഷമായിരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും കാണുന്നത്. നല്ല തിരക്കാണ്. കുറച്ച് നേരം ഞങ്ങൾ ബ്ലോക്കൊക്കെ കിട്ടി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ആ കൊട്ടുന്നവർക്കൊക്കെ ഉണ്ടല്ലേ എന്ത് എനർജിയാണ്. കാണുന്ന ആൾക്കാർക്കും അതേ എനർജി ഉണ്ട്. ആ കൊട്ട് കേൾക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കൊല്ലങ്കോട് ടൗണാണ്. കൊല്ലങ്കോട് ടൗണിൽ നിന്ന് മുതലമടയ്ക്ക് പോകണം. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ പോകുമ്പോഴാണ് മുതലമട എത്തുക. മാംഗോ സിറ്റി ഓഫ് കേരള എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ തന്നെയല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല, ഫസ്റ്റ് മാംഗോ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റിയാണ് മുതലമട. അതുകൊണ്ട് തന്നെ വിദേശ മാർക്കറ്റിലും നല്ല ഡിമാൻഡുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരു മാങ്ങ ഹാർവെസ്റ്റ് ചെയ്ത് പോകുന്നൊരു വണ്ടി കണ്ടു. അപ്പോൾ ഇത് പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത് എവിടെയെങ്കിലും മാങ്ങയുടെ ഷെഡുകൾ ഉണ്ടാവും, ചെറിയൊരു ഔട്ട്ലെറ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് ഇവർ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലൊരു ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടിയിട്ടപ്പോൾ നമ്മൾ വന്നേക്കണേ. റോഡ് സൈഡ് തന്നെയാണ്, കമ്പർച്ചള്ള എത്തുന്നതിന് മുമ്പായിട്ട് റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ ഇത് കാണുന്നത്. പോകുന്ന വഴിക്കൊക്കെ നല്ല രസമാണ്. നെല്ലിയാമ്പതി മലകളാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള ലൊക്കേഷനാണ്. നമ്മൾ നെല്ലിയാമ്പതിയുടെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ റോഡും നല്ല രസമാണ്. ഇത് നേരെ പോകുന്നത്, അപ്രോച്ച് റോഡ് പോകുന്നത് പൊള്ളാച്ചിയിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളൊക്കെ കണ്ട്, അതിമനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഇവിടുന്ന് ശരിക്കും കൊല്ലങ്കോട് ടൗണിൽ നിന്ന് ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ ഈ ലൊക്കേഷനിലേക്ക്. ഇവിടെ മൊത്തം ഈ മാങ്ങയുടെ ബിസിനസ് ചെയ്യുന്ന ആളുകളാട്ടോ മൊത്തം. എവിടെ തിരിഞ്ഞാലും ഷെഡുകൾ കാണാം. ഇപ്പോൾ നമ്മൾ പോയിരിക്കുന്നത് ഈ PSK ട്രേഡേഴ്സ് എന്നുള്ള ഒരു കടയിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ ഹോൾസെയിൽ റീറ്റെയിൽ സെയിൽസാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ അവർ നമ്മുടെ പാലക്കാട് കിട്ടുന്ന റേറ്റിനേക്കാളും പകുതി റേറ്റേ ഉള്ളൂ മാങ്ങയ്ക്ക്. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് വാങ്ങാം. നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഈ കെമിക്കൽസ് ഒന്നും ഇടാത്ത ഡയറക്റ്റ് മരത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച മാങ്ങകളാണ് നമുക്ക് സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നുമില്ല, കുട്ടികൾക്ക് വരെ ധൈര്യത്തിൽ കഴിക്കാം. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം വാങ്ങിച്ചു, കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിച്ചു എന്ന് പറയാം. അവർ നല്ല റേറ്റ് റിഡക്ഷനിൽ തന്നു. പഴുത്തതും പച്ചയുമായിട്ട് ഞങ്ങൾ കുറച്ച് സെലക്ട് ചെയ്തു. അപ്പോൾ വിഷുവിനും ഒക്കെ കണി വയ്ക്കാനും എല്ലാം നമുക്ക് കിട്ടും. ഓരോന്നിൻ്റെ ടേസ്റ്റ് അറിയാൻ അവർ കുറച്ചൊക്കെ മുറിച്ച് ഞങ്ങൾക്ക് അവിടെ തന്നെ തന്നു കേട്ടോ. ഉഗ്രൻ ടേസ്റ്റുള്ള മാങ്ങ. അപ്പോൾ ടേസ്റ്റ് നോക്കി നമുക്ക് വാങ്ങാം, നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് വാങ്ങാം. അപ്പോൾ ഞങ്ങളും അത്യാവശ്യം സ്റ്റോക്ക് ചെയ്തു, വണ്ടിയുടെ ഡിക്കി നിറച്ച് സ്റ്റോക്ക് ചെയ്തു. നല്ല ലൊക്കേഷനാണ്, കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം. നല്ല കാറ്റാണ്, തണുത്ത കാറ്റാണ് ഈ സമയത്ത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈമെല്ലാം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ആണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയത്. പോകുന്ന വഴി തന്നെ നല്ല രസമാണ്. പകലായാലും ശരി, രാത്രിയാണെങ്കിലും ശരി, കാണാൻ നല്ല രസമാണ്. ആ സ്കൈയും ഡീറ്റെയിൽസും ഒക്കെ കാണാൻ രസമാണ്. ക്യാമറയിൽ എത്രമാത്രം പതിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. നമുക്ക് ഇതുപോലെ ചെറിയൊരു ട്രിപ്പ്, നമുക്ക് ഉള്ള സമയത്തിനനുസരിച്ച് ചെറിയൊരു ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്ത്, ചെറിയൊരു അജണ്ട സെലക്ട് ചെയ്ത് ഇങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നല്ല രസമായിരിക്കും. ഞങ്ങളെപ്പോഴും അങ്ങനെ സമയമില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കൊന്ന് ട്രാവൽ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒബ്വിയസ്ലി ലുലു മോളുടെ അടുത്ത് കൂടെയാണ് പോകുന്നത്. അപ്പോൾ ലുലുവിൽ കയറാണ്ട് ഒന്ന് വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അതൊരു തൃപ്തി ഉണ്ടാവില്ല എന്നാണ് ഫാമിലിയുടെ ഒരു
വാദം. അതുകൊണ്ട് ഞങ്ങൾ ലുലുവിൽ കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ, ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ ഒരു ലൈവ് പെർഫോമൻസ് കണ്ടു. ഒരു രക്ഷയില്ല, ചങ്ങാതി കസറുകയാണ്. അവിടെ തന്നെ ഈ പരിപാടിയൊക്കെ കാണാനായിട്ട് ഒരുപാട് തിരക്കുണ്ട്. ഞങ്ങളൊരു 10 മിനിറ്റ് അത് നോക്കി നിന്ന ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ടാസ്കിലേക്ക് നടന്നു. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് പാറുക്കുട്ടി കുറച്ച് നേരം അവിടെ കിടന്ന അഭ്യാസമൊക്കെ കാണിച്ച് ഞങ്ങൾ ലുലുവിൽ നിന്ന് ടാറ്റ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഇന്ന് പോയ സ്ഥലം മുതലമടയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിൽ തന്നെ ഫസ്റ്റ് മാങ്ങയുടെ സീസൺ ഉണ്ടാകുന്നൊരു സ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ഒരു കാര്യം ചെയ്തിരുന്നില്ല. അന്ന് കേരളത്തിൽ ആദ്യം സീസൺ വരുന്നത്, ഇന്ത്യയിൽ ആദ്യം മാങ്ങയുടെ സീസൺ വരുന്നത് ഈ മുതലമടയിലായിരുന്നു. അപ്പോൾ മുതലമടയിലെ മാങ്ങകൾക്ക് വളരെ ഡിമാൻഡ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ സിനാരിയോ മാറിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ തായ്ലാൻഡും അതുപോലുള്ള പല സ്ഥലങ്ങളിലും ഓൾ സീസൺ മാങ്ങകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സീസണിലും ഈ മാങ്ങകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇപ്പോൾ പഴയ പോലെ ഡിമാൻഡൊന്നുമില്ല. എങ്കിലും ഈ സിറ്റി ഫേമസ് ഫോർ മാംഗോ പ്ലാന്റേഷൻ ആൻഡ് മാംഗോ കൾട്ടിവേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.